നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ചന്ദനമോഷണ കേസുകളിൽ 2 പേർ അറസ്റ്റിൽ. കൊല്ലം ഉമേനല്ലൂർ സ്വദേശി മുജീബ്, പാലക്കാട് നെല്ലായി സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരാണ് അറസ്റ്റിലായത്. അഞ്ചൽ ഫോറസ്റ്റ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് അറസ്റ്റ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ. ബസ് ഉടമകളുമായി ചർച്ചയ്ക്കൊരുങ്ങി സർക്കാർ. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. ഏരൂർ നെട്ടേത്ത് കോണം കുന്നുവിള വീട്ടിൽ R അഭിനവാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ അറസ്റ്റിലായത്. മെത്താഫെറ്റമിനും കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. 1.15 ഗ്രാം മെത്താഫെറ്റമിനും 10 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിരവധി ചന്ദനമോഷണ കേസുകളിൽ 2 പേരെ അഞ്ചൽ വനം വകുപ്പ് അധികൃതർ അറസ്റ്റ് ചെയ്തു. കൊല്ലം ഉമേനല്ലൂർ സ്വദേശി മുജീബ്, പാലക്കാട് നെല്ലായി സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരാണ് അറസ്റ്റിലായത്. അഞ്ചൽ ഫോറസ്റ്റ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇവർ ഒളിവിലായിരുന്നു. അഞ്ചൽ വനപാലകർ 2024 രജിസ്റ്റർ ചെയ്ത 3 ചന്ദനമോഷണ കേസുകളിലും 2022 പുനലൂർ വനം കോടതി പുറപ്പെടുവിച്ച വാറണ്ടിലും ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതികളാണ് പിടിയിലായത്. പിടിയിലായ പ്രതികൾക്കെതിരെ തൃശൂർ, പാലക്കാട്, കൊല്ലം ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ 2014 മുതൽ ചന്ദനമോഷണ കേസുകൾ നിലവിലുണ്ട്. ഉമേനല്ലൂർ സ്വദേശി 49-കാരനായ മുജീബ്, പാലക്കാട് നെല്ലായി സ്വദേശി 40-കാരനായ അബ്ദുൾ അസീസ് എന്നിവരാണ് പിടിയിലായത്. ഇവരെ പിടികൂടുന്നതിനു വേണ്ടി വനംവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. അബ്ദുൾ അസീസിനെ പാലക്കാട് നിന്നും മുജീബിനെ കൊല്ലം ഉമേനല്ലൂരിൽ നിന്നുമാണ് പിടികൂടിയത്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്ന് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിവ്യ S പറഞ്ഞു. അഞ്ചൽ റേഞ്ചിന്റെ പരിധിയിലുള്ള 2024 മുതലുള്ള കേസിലെ പ്രതികളെയാണ് നമുക്കിപ്പോൾ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത്. പ്രതികളായ അബ്ദുൾ അസീസ്, മുജീബ് എന്നീ 2 പ്രതികളാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത്. OR 10/2024 OR 3/2025 പ്രതികളാണ് ഈ അബ്ദുൾ അസീസും മുജീബും. ഇവർ ചെയ്ത കുറ്റം സ്വകാര്യ പറമ്പിൽ നിന്നും ചന്ദനമരം വെട്ടി അത് കടത്തിക്കൊണ്ടുപോയി എന്നുള്ള കുറ്റത്തിനാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കൊടുക്കുന്ന പ്രൊസീജിയറാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ തുടരന്വേഷണത്തിന് വേണ്ടി റിമാൻഡിൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി ആറാട്ടിലെ സ്റ്റാഫ് അംഗങ്ങളും കരവാളൂർ സെക്ഷൻ സ്റ്റാഫ് അംഗങ്ങളും കൂടെ ചേർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷനിലാണ് ഈ പ്രതികളെ പിടിക്കാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാരുമൂട് ഏരിയ കമ്മിറ്റി കാൽനട പ്രചാരണ ജാഥ നടത്തി. കാഞ്ഞിരത്തുമൂട്ടിൽ നിന്നും ആരംഭിച്ച ജാഥ ചൂനാട് സമാപിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. കാഞ്ഞിരത്തുമൂട്ടിൽ നിന്നും ആരംഭിച്ച ജാഥ ചൂനാട്ട് സമാപിച്ചു. CPM നേതാവ് G രാജമ്മ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമാപന സമ്മേളനം ചൂനാട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത നിർവഹിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനം അനുസരിച്ചുള്ള കാൽനട പ്രചരണ ജാഥ കേരളത്തിലെമ്പാടും നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചാരുമൂട് ഏരിയ ജാഥയാണിന്ന് വള്ളികുന്നം ചൂനാട് സമാപിച്ചിട്ടുള്ളത്. ശരിക്കും നമ്മുടെ രാജ്യത്ത് നിന്ന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വർഗീയത വളർത്തി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും എല്ലാം പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങൾ ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കുന്നത് രാജ്യത്തെ സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് തന്നെയാണ് വർഗീയതയ്ക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം ഈ രാജ്യത്ത് അനിവാര്യമാണെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു. മഹിളാ അസോസിയേഷൻ ചാരുമൂട് ഏരിയ സെക്രട്ടറി V ഗീതയായിരുന്നു ജാഥ ക്യാപ്റ്റൻ. ഷീജ സുരേഷ്, ശ്രീന രഹീം, അർച്ചന, സ്മിത, ശ്രീലത, സുനിത തുടങ്ങിയവർ
ജാഥയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി. ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുക, അനാവശ്യമായി ബസ്സുകൾക്ക് പെറ്റിയടിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 7000-ഓളം ബസ്സുകളാണ് ചൊവ്വാഴ്ച പണിമുടക്കുന്നത്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 7000-ഓളം ബസ്സുകളാണ് ചൊവ്വാഴ്ച പണിമുടക്കുന്നത്. സർക്കാർ സ്വകാര്യ ബസ്സുകളോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനെതിരെയാണ് സമരമെന്ന കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ, സെക്രട്ടറി അഷ്റഫ് സഫ എന്നിവർ പറഞ്ഞു. 100 വർഷത്തോളം പഴക്കമുള്ള പെർമിറ്റുകൾ വരെ ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാതിരിക്കുന്ന പ്രവണതയ്ക്കെതിരെയാണ് ഒന്നാമത്തെ ഞങ്ങളുടെ ആവശ്യം. അതാണ്. രണ്ടാമത്, കഴിഞ്ഞ 13 വർഷത്തിലധികമായി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ യാതൊരുവിധ വ്യത്യാസവും വരുത്താതെ തുടർന്നു പോവുകയാണ്. വിദ്യാർത്ഥികളുടെ ചാർജ് എന്ന് പറയുമ്പോൾ നിലവിൽ 1 രൂപയാണ്. കമ്പറ്റേഷനിൽ യൂറിൻ പാസ് ചെയ്യുന്നതിന് 1 രൂപ എന്നുള്ളത് 5 രൂപ. പക്ഷേ ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ആകെ 1 രൂപയ്ക്ക് വിലയുള്ളത് സ്വകാര്യ ബസ്സുകളുടെ കൺസെഷൻ മാത്രമാണ്. ഞങ്ങൾ സാധാരണക്കാരുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളുടെ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും അനുകൂലമാണ്. എന്നിട്ട് പോലും അതിന് ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലെന്ന് നേരത്തെ ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. ബസ്സുകൾ കടന്നു പോകുന്ന റോഡിൽ ഒളിഞ്ഞു നിന്ന് മൊബൈലിലും മറ്റും പോലീസ് ഉദ്യോഗസ്ഥരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ അയച്ചിട്ട് ചെക്ക് റിപ്പോർട്ട് ഫൈൻ ചുമത്തുന്ന അവസ്ഥ. ഈ സൂചനാ പണിമുടക്ക് കൊണ്ട് ഗവൺമെൻറ് പരിഹാരമുണ്ടാകാത്ത പക്ഷം ജൂലൈ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ പണിമുടക്കിലേക്ക് നീങ്ങാതിരുന്നത്. അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ജൂലൈ 8 പണിമുടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. കർഷക സംഘം ചിറക്കടവ് മേഖലാ സമ്മേളനം നടത്തി. കായംകുളം പുതിയിടം ഗവൺമെന്റ് എംപ്ലോയീസ് ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് MV ശ്യാം ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘത്തിന്റെ കായംകുളം ചിറക്കടവ് മേഖലാ സമ്മേളനമാണ് കായംകുളം പുതിയിടം ഗവൺമെന്റ് എംപ്ലോയീസ് ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ചത്. കർഷകർ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളും നവകേരള നിർമ്മിതിയിൽ കാർഷിക രംഗത്തെ ഇടപെടലും പ്രദേശത്തെ കാർഷികേതര അനുബന്ധ മേഖലകളിലെ സമഗ്ര വികസനം ഉൾപ്പെടെ സമ്മേളനം ചർച്ച ചെയ്തു. കർഷക സംഘം ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് MV ശ്യാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആധാർ കാർഡ് കോപ്പി ഉണ്ടെങ്കിൽ ഏത് പദ്ധതിയിലും നമുക്ക് അപേക്ഷിക്കാം. പശു വാങ്ങാനുള്ള പദ്ധതികൾ, കാര്യത്തൊഴുത്ത് നവീകരണം, കാര്യത്തൊഴുത്ത് പുതുതായിട്ട് നിർമ്മിക്കുവാനും ഫാമിനുള്ള ധനസഹായം, എത്ര പദ്ധതികളാണ്. ഈ പദ്ധതികൾ പലരും അറിയുന്നില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി, കൃഷിവകുപ്പ് വഴി നടപ്പിലാക്കുന്ന, മൃഗാശുപത്രി വഴി നടപ്പിലാക്കുന്ന പരിമിതമായ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഒരു വാർഡിൽ മതിയായ ഗുണഭോക്താക്കളെ കണ്ടെത്തി വിതരണം ചെയ്യുവാൻ പലപ്പോഴും പരാജയപ്പെടുന്നു. ആ പരാജയപ്പെടുന്ന രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. നമ്മുടെയൊക്കെ കൗൺസിലർമാരുള്ള വാർഡുകളിൽ നമ്മുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കൊടുത്തു. BJPയുടെയോ കോൺഗ്രസിന്റെയോ വാർഡുകളിൽ അവരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയപരമായിട്ട് ആ ആനുകൂല്യങ്ങൾ വീതം വെച്ചു കൊടുക്കുകയാണ്. ഇതൊന്നുമില്ലാതെ ഈ ആനുകൂല്യങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് ഓൺലൈനായിട്ട് ചെയ്യാം. മേഖലാ പ്രസിഡന്റ് MG ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K. ഹരികുമാർ പ്രവർത്തന റിപ്പോർട്ടും കായംകുളം ഏരിയ സെക്രട്ടറി M. നസീർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. S. ജയദേവൻപിള്ള, C. അജികുമാർ, G. ഹരികുമാർ, T. A. നാസർ എന്നിവർ മികച്ച കർഷകരെ ആദരിച്ചു. G. ശ്രീനിവാസൻ, R. മധു, N. സുകുമാരി, ബിനു അശോകൻ, T. രഞ്ജിതം, K. ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. SNDP വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. SSLC +2 അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. വനിതാ സംഘം ചവറ യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. SNDP വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും SSLC +2 അവാർഡ് വിതരണവും സംഘടിപ്പിച്ചത്. ചവറ യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി കേരള കൗമുദി യൂണിറ്റ് ചീഫ് S. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അച്ഛന്റെ ഇഷ്ടം ഇതാണെന്ന്, അമ്മയുടെ ഇഷ്ടം ഇതാണെന്ന് നിങ്ങൾക്കറിയാം. സഹോദരന്റെയും സഹോദരിയുടെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെയും ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്കറിയാൻ
കഴിയുന്നില്ല എന്നുള്ള ഒരു പോരായ്മ ഇന്നുണ്ട്. കാര്യം എന്താണ്? അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും സഹോദരിയുടെയും കൂട്ടുകാരുടെയും ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്നത് കൊണ്ടാണ്. അവരുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഇടപഴകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഇടപഴകുന്നതേ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഇടപഴകണമെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലോണം പരിചയപ്പെടണം. നല്ല രീതിയിൽ പരിചയപ്പെടണം. അച്ഛനും അമ്മയും സഹോദരങ്ങളും കുട്ടികളും കൂട്ടുകാരും ഒക്കെ ഒത്ത് അവരുമായിട്ട് ഇടപഴകുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സാഹചര്യം കിട്ടുന്നോ, ഞാൻ ആരാണ്, എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് എന്ന് അറിയുവാൻ നിങ്ങൾക്ക് ആവുന്നുണ്ടോ? ഇല്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറെ നേരം നിങ്ങളോടൊപ്പം ഇരിക്കണം. അങ്ങനെ ഇരിക്കുമോ? ബോറടിക്കും. കാര്യം നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ ബോറടിക്കുമെങ്കിൽ വേറെ ആരുമല്ല കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. അതിനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. അതിന്റെ പ്രിയപ്പെട്ട ആദരണീയരായ രക്ഷകർത്താക്കളോടും എനിക്ക് പറയുവാനുള്ളത്, ഈ കുട്ടികൾക്ക് ഈ ബഹളത്തിൽ ഇങ്ങനെ ഓടി അലഞ്ഞു നടക്കുന്ന ഈ കുട്ടികളെ നിങ്ങൾ ഒരു ദിവസം 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂർ വരെയൊക്കെ എങ്കിലും അവരെ ഏകാഗ്രമായി ഒറ്റയ്ക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നത് ധ്യാനത്തിൽ ഇരിക്കാനാണ്. അങ്ങനെ ധ്യാനമെന്നൊന്നും പറഞ്ഞ ആരും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോടൊപ്പം ഇരിക്കൂ. വനിതാ സംഘം പ്രസിഡന്റ് അംബിക രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അപ്സര സുരേഷ് സ്വാഗതം പറഞ്ഞു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരിയുടെ വ്യാപനം തടയുക എന്നത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും സാമുദായിക സംഘടനകളുമെല്ലാം ഈ രംഗത്തേക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും പ്രതിരോധവും നമ്മൾ ഓരോരുത്തരും ആ ചുമതല ഏറ്റെടുക്കുന്ന ഒരുക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് നന്നായി വളരുന്ന നമ്മുടെ സാഹചര്യത്തിൽ നന്നായി വളർന്നു വരേണ്ടവർ അവർ പലപ്പോഴും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും എല്ലാം ദുഃഖത്തിലാക്കിക്കൊണ്ട് പലപ്പോഴും ലഹരിക്ക് അടിമകളായി മാറുന്ന ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു കരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ലഹരിമുക്തമായ ഒരു നാടിനെ സ്വപ്നം കണ്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ കുടുംബങ്ങളുടെയും അതുപോലെ കുട്ടികളുടെയും കൂട്ടായ പരിശ്രമം പൊതുസമൂഹത്തോടൊപ്പം ചേർന്നുകൊണ്ടുള്ള പരിശ്രമമാണ്. SNDP യോഗം ചവറ യൂണിയൻ പ്രസിഡന്റ് അരനല്ലൂർ സഞ്ജയൻ, SNDP ചവറ യൂണിയൻ സെക്രട്ടറി കാരിയിൽ അനീഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ കൗൺസിലർമാരായ ഗണേഷ് റാവു, MP ശ്രീകുമാർ, G മുരളീധരൻ, ഓമനക്കുട്ടൻ, രഘു, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് റോസ് ആനന്ദ, ബിനു പള്ളിക്കോടി, സിബുലാൽ, ശോഭകുമാർ, മോഹൻ നിഖിലം, മിനി മോഹൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. മെത്താഫെറ്റമിനും കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശികളായ ആദിത്യൻ, കണ്ണൻ എന്നിവരാണ് ശാസ്താംകോട്ട എക്സൈസിന്റെ പിടിയിലായത്. 1.15 ഗ്രാം മെത്താഫെറ്റമിനും 10 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. 1.15 ഗ്രാം മെത്താംഫെറ്റമിനും 10 ഗ്രാം കഞ്ചാവുമായാണ് യുവാക്കൾ പിടിയിലായത്. ഇവർ സഞ്ചരിച്ച ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ ഷൂർനാട് തെക്ക് ഇരവിച്ചിറ പടിഞ്ഞാറ് മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. കരുനാഗപ്പള്ളി തൊടിയൂർ പുലിയൂർ വഞ്ചി വടക്ക തച്ചിരേത്ത് വടക്കതിൽ 20 വയസ്സുള്ള ആദിത്യൻ, കരുനാഗപ്പള്ളി തൊടിയൂർ പുലിയൂർ വഞ്ചി വടക്ക് മുറിയിൽ മണ്ണൂർ കിഴക്കതിൽ 20-കാരനായ കണ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ NDPS കേസുമെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധം. അത്യാഹിത വിഭാഗത്തിനു മുന്നിൽ മൊബൈൽ ഫോൺ ടോർച്ച് തെളിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ആശുപത്രിക്ക് മുന്നിൽ മെഴുകുതിരി തെളിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം 1 മണിക്കൂറിലധികം വൈദ്യുതി തകരാറിലാവുകയും ജനറേറ്റർ പ്രവർത്തനരഹിതമാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ മൊബൈൽ ഫോണിലെ ടോർച്ച് തെളിച്ചാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്.
ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് പതിവാണെന്നും അപ്പോഴെല്ലാം ടോർച്ചുകളെയോ മൊബൈൽ ഫോണിനെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും BJP കുറ്റപ്പെടുത്തി. BJP സംഘടിപ്പിച്ച പ്രതിഷേധം BJP മധ്യമേഖലാ പ്രസിഡന്റ് ആർ ഹരി ഉദ്ഘാടനം ചെയ്തു. നാടുകളായി പണിതിട്ടിരിക്കുന്ന ഈ ബിൽഡിംഗ് ആരുടെ എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾ തുറന്നു കൊടുക്കാത്തത്? ICU ഉദ്ഘാടകനെ കാത്തിരിക്കുകയാണോ? ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇത്രയും ശോചനീയമായ ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു ICU ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ അതിലേക്ക് എന്തുകൊണ്ടാണ് മാറ്റാത്തത്? അതുപോലെ തന്നെ എനിക്കറിയാൻ സാധിച്ചു, ആംബുലൻസ് ഉണ്ട് ആശുപത്രിയിൽ. ഈ ആംബുലൻസ് അവിടെ കിടക്കുകയാ. വിളിക്കുന്നതെല്ലാം പ്രൈവറ്റിൽ നിന്ന് വിളിക്കുന്നു. ഇതുപോലെ ഓരോ കാര്യങ്ങളിലും ഇത്രയും കെടുകാര്യസ്ഥതയിൽ അനുഭവിക്കുന്ന ഇവിടെ മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു. കറണ്ട് ഇല്ലാത്ത സമയത്ത് ഡോക്ടർമാർ പേഷ്യന്റിനെ പരിശോധിക്കുന്നത് മെഴുകുതിരി വെച്ച് കത്തിച്ചുകൊണ്ടുള്ള സാഹചര്യമാണ് കായംകുളം ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യന്റ് പരിശോധിക്കുന്നത്. വെറും അഴിമതിയോട് കൂടിയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ സൂപ്രണ്ട് ഉൾപ്പെടെ ഉള്ളവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 4.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ICU കെട്ടിടം നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷം ഒന്നായിട്ട് പോലും തുറന്നു കൊടുക്കാത്ത ആരോഗ്യവകുപ്പാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. പാലമുറ്റത്ത് വിജയകുമാർ, ബിജു അമ്പക്കാട്ട്, ബിപിൻ രാജ്, സുനിത രാജു, ആർ രാജേഷ്, കെ പ്രസാദ്, സുരേഷ് കുമാർ, അഭിലാഷ്, സരസ്വതി, രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ മെഴുകുതിരി തെളിച്ചാണ് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ പത്തിയൂർ സമരം ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ഹോസ്പിറ്റലുകളെ സഹായിക്കുവാൻ വേണ്ടി കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിനെ വികസനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യ മേഖല തകർച്ചയുടെ വക്കിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ രക്തസാക്ഷിയായി നമ്മൾ കണ്ടതാണ്. ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയുടെ ഭാഗമായി, ഈ സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയുടെ ഭാഗമായി, ഈ സിസ്റ്റത്തിന്റെ അനാസ്ഥയുടെ ഭാഗമായി ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടത് ഈ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് എന്ന് റിയാസ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ചു. അഫ്സൽ പ്ലാമൂട്ടിൽ, ആസിഫ് സെലക്ഷൻ, സജീദ് ഷാജഹാൻ, കൃഷ്ണ അനു, ഷാനവാസ്, അഫ്സൽ, സുജയ് കടയിൽ, ഇർഫാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. മൂകാംബിക ദർശനത്തിന് പോയി മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. ചവറ ശങ്കരമംഗലത്തിന് തെക്ക് ഭാഗത്തായിരുന്നു അപകടം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ചവറ ശങ്കരമംഗലത്തിന് തെക്കുഭാഗത്ത് KC തിയേറ്ററിനു സമീപമായിരുന്നു അപകടം. മൂകാംബിക ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 5 അംഗ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു കുട്ടിയുൾപ്പെടെ കാറിലുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. ദേശീയപാത നവീകരണത്തിനായി നിർമ്മിച്ച കോൺക്രീറ്റ് സംരക്ഷണാ ഭിത്തിയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കാറിന്റെ സൈഡ് പിടിച്ചതാണ് അപകട കാരണമെന്ന് കാറിലുണ്ടായിരുന്നവർ പറഞ്ഞു. ചവറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. എരൂർ നെട്ടേത്തുകോണം കുന്നുവിള വീട്ടിൽ R അഭിനവാണ് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബൈക്കിലെത്തിയ അഭിനവിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഏരൂർ നെട്ടയത്തുകോണം കുന്നുവിള വീട്ടിൽ R അഭിനവിനെയാണ് ഡാൻസ് ഓഫ് ടീം MDMA-യുമായി പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കോണത്ത് ജംഗ്ഷനിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബൈക്കിലെത്തിയ അഭിനവിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ബൈക്കിന്റെ ടാങ്ക് കവറിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ 0.35 ഗ്രാം MDMA കണ്ടെത്തി. MDMA കടത്താൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സംയുക്ത ട്രേഡ് യൂണിയൻ ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കാൽനട പ്രചരണ ജാഥ നടത്തി. കുരുവിക്കോണത്ത് നിന്നും ആരംഭിച്ച ജാഥ CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ട്രേഡ് യൂണിയൻ ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ജാഥ സംഘടിപ്പിച്ചത്.
കുരുവിക്കോണത്തു നിന്നും ആരംഭിച്ച ജാഥ CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് സൂരജിന് പതാക കൈമാറി. മണിതിലകൻ അധ്യക്ഷത വഹിച്ചു. ജൂലൈ മാസം 9 ഇന്ത്യ രാജ്യത്ത് പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്ത് തൊഴിലെടുക്കുന്ന ജനകോടികൾ 9-ാം തീയതി ഈ പണിമുടക്കിൽ അണിനിരക്കും. 10 വർഷക്കാലമായി മോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ തൊഴിൽ മേഖല കരാർ വ്യവസ്ഥകൾക്ക് വിധേയമാക്കിയും ഉള്ള തൊഴിൽ ഇല്ലാതാക്കിക്കൊണ്ടും വാങ്ങാനുള്ള ശേഷി തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടും അനുദിനം കോർപ്പറേറ്റ് വൽക്കരണമാണ് മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കോടികൾ മുടക്കുന്നതിന് മോദി സർക്കാരിന് ഒരു പ്രയാസവുമില്ല. കോമളം, താന്നിമുകൾ, ചോരനാട് എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഏറം ജംഗ്ഷനിൽ ജാഥ സമാപിച്ചു. സമാപന സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ലിജു ജമാൽ ഉദ്ഘാടനം ചെയ്തു. ദേശത്തെ സംബന്ധിച്ച് സവിസ്താരം പ്രതിപാദിക്കേണ്ട കാര്യമില്ല. ഈ മാസം 9-ാം തീയതി ഐതിഹാസികമായ ഒരു തൊഴിലാളി സമരത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളും നഗരങ്ങളും സമ്പൂർണമായും നിശ്ചലമാകുന്ന ദിവസമാണ് ജൂലൈ മാസം 9-ാം തീയതി. രാജ്യത്തെ തൊഴിലാളികൾ എത്രയോ കാലമായി നടത്തിവരുന്ന ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ ദേശീയ പണിമുടക്ക്. ജാഥ വൈസ് ക്യാപ്റ്റൻ CR വിക്രമൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് സൂരജ്, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം VS സതീഷ്, ജാഥ മാനേജർ C ഹരി, G ബാബുരാജ്, VS ഷിജു, V സുരേഷ്, A അജാസ്, ലെനു ജമാൽ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ, P ലേഖ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ചന്ദനമോഷണ കേസുകളിൽ 2 പേർ അറസ്റ്റിൽ. കൊല്ലം ഉമേനല്ലൂർ സ്വദേശി മുജീബ്, പാലക്കാട് നെല്ലായി സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരാണ് അറസ്റ്റിലായത്. അഞ്ചൽ ഫോറസ്റ്റ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് അറസ്റ്റ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ. ബസ് ഉടമകളുമായി ചർച്ചയ്ക്കൊരുങ്ങി സർക്കാർ. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. ഏരൂർ നേട്ടേത്ത് കോണം കുന്നുവിള വീട്ടിൽ R അഭിനവാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ അറസ്റ്റിലായത്. മെത്താഫെറ്റമിനും കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. 1.15 ഗ്രാം മെത്താഫെറ്റമിനും 10 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.